ബെസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഷൊണ്ണകളാണ്. ബെസ്റ്റ് വിത്ത് ബെനിഫിറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ചെക്കന്മാരുടെയൊക്കെ ഉദ്ദേശം ഭയങ്കര ചീത്തയാണ്. Every boys have lust, I'm sure. We have a partner, then why should we have bestie? ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് രണ്ടുപേരും മാത്രം നേരിടാം. ഫോറിൻ രാജ്യങ്ങൾക്കൊക്കെ ഇപ്പൊ സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കണം. ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് തന്നെ ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ പറയാൻ പറ്റൂലല്ലോ. ഹലോ ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു കരിയർ ട്രെൻഡ്സ്. കരിയർ ട്രെൻഡ്സിൽ ഞാനിപ്പോൾ എത്തി നിൽക്കുന്ന എൻ്റെ കൂടെ കുറച്ച് ഫ്രണ്ട്സിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ബെസ്റ്റിക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ബെസ്റ്റി നമ്മുടെ ലൈഫിലും അല്ലെങ്കിൽ നമ്മുടെ ലവിലും അല്ലെങ്കിൽ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലൊക്കെ ബെസ്റ്റി ഇന്ന് കൊണ്ടുപോയെന്ന് അറിയത്തില്ല. അവരോട് ചോദിച്ചറിയാം, ബെസ്റ്റിയോട് യോജിക്കുന്നുണ്ടോ? ഇല്ല, ഇപ്പം എല്ലായിടത്തും ബെസ്റ്റി ആണല്ലോ. ഭാവിയിൽ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പം ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. അപ്പം ബെസ്റ്റ് ലൈഫിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല. ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ അങ്ങനെ താല്പര്യമൊന്നുമില്ല. ബെസ്റ്റിക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും? നമ്മുടെ ബിഹേവിയർ അനുസരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഒരു ബെസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല രീതിക്കാണ്. മനുഷ്യനാണെങ്കിൽ കൂടുതലും ആഗ്രഹിക്കുന്നത് കാമത്തിനോടായിരിക്കുള്ളൂ. നമ്മൾ ബെസ്റ്റ് അവരെ അത്രയും അട്രാക്ട് ചെയ്ത് അവരെ കൂടെ നിർത്തി പല പല യൂസ് നമ്മൾ അവരെ കൊണ്ട് ചെയ്യിക്കുന്നുണ്ട്. അതല്ലാതെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ ബെസ്റ്റ് ഫ്രണ്ട് എന്നായിരിക്കും, പക്ഷെ ചിലരത് മുതലെടുത്തിട്ട് ബെസ്റ്റ് വിത്ത് ബെനിഫിറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ ഒരു സംഭവത്തിലേക്ക് കൊണ്ടുവന്നവരുണ്ട്. നമ്മൾക്കിപ്പോൾ ഒരു കപ്പിൾസ് ആയാലും കല്യാണം കഴിഞ്ഞവരായാലും ഇപ്പോൾ അവരുടെ ഇടയിൽ ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഈ ബെസ്റ്റ് ഇടയിൽ കയറി വന്ന് അതിന്റെ പേരിലും ഇഷ്യൂ ഉണ്ടായിട്ട് ഒരുപാട് പേര് പിരിയലും എല്ലാം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവര് രണ്ടുപേരും മാത്രം നേരിടാം. ബെസ്റ്റിനെ എങ്ങനെയാ നിർത്തണം വ്യക്തമായിട്ടുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിക്ക് ഉണ്ടാവാം. നല്ലതുമാണ് ചീത്തയാണ്. അതിൽ താല്പര്യമില്ല. എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് പോകാനാണ് താല്പര്യം. ഫ്യൂച്ചറിൽ വന്നാൽ ചിലപ്പോൾ സ്വീകരിക്കുമോ? ഇല്ല. നിർത്തേണ്ടത് നിർത്തുള്ളൂ. അതെ, ബെസ്റ്റ് ഫ്രണ്ടിനെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് തന്നെ നല്ലൊരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. വേറെ രീതിയിലോട്ട് വഴി മാറി പോകാണ്ടിരുന്നാൽ മതി. ജസ്റ്റ് ഒരു ഫ്രണ്ട് ആണെങ്കിലും അവരെ ഒരിക്കലും നമ്മളൊരു ബെനിഫിറ്റ്സിന്, അതിപ്പോൾ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ വേറെ രീതിയിലായിക്കോട്ടെ, ഒരു ബെനിഫിറ്റ്സിന് നമ്മൾ യൂസ് ചെയ്യരുതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ലിമിറ്റ് നമ്മൾ കീപ്പ് ചെയ്യുക, അവരും കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല രീതിയിലുള്ള ബെസ്റ്റീസ് ആണെങ്കിൽ കുഴപ്പമില്ല. ചില റിലേഷനിലൊക്കെ ഇപ്പൊ ബെസ്റ്റീസ് ഷോകായിട്ട് ഉണ്ട്. Like bestie means എല്ലാവരും പറഞ്ഞ പോലെ സംതിങ് ഗ്രേറ്റർ ദാൻ എ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് ലെസ് ദാൻ എ റിലേഷൻഷിപ്പ്. സോ അതിനകത്ത് എല്ലാം വരും. വി ഹാവ് എ പാർട്ട്ണർ, then why should we have bestie? ബെസ്റ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഷൊണ്ണകളാണ്. ബെസ്റ്റിയുടെ ലിമിറ്റ്സിൽ നിൽക്കണമെങ്കിൽ പ്രശ്നമില്ല. ഇപ്പൊ ഒരു ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട്, അത് ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബോയ് ഫ്രണ്ട് ആണ്. പക്ഷെ ബെസ്റ്റി എന്ന് വെച്ചാൽ ബോയ് ഫ്രണ്ടും അല്ല ബെസ്റ്റ് ഫ്രണ്ടും അല്ലാത്ത ഒരു ഇഡില് നിൽക്കുന്ന ഒരാളാണ്. ചില ആൾക്കാർ ജസ്റ്റ് ഇങ്ങനെ കുച്ച് ഹോത്താഹിലെ കാജോളും ഷാറുഖ് ഖാനും പോലെ ആയിരിക്കും. ചിലവരങ്ങനെ ആയിരിക്കണമെന്നില്ല. ചെക്കന്മാരുടെയൊക്കെ ഉദ്ദേശം ഭയങ്കര ചീത്തയാണ്. ഇപ്പൊ ബോയ് ഫ്രണ്ട് ഉണ്ടാക്കിയിട്ട് ബോയ് ഫ്രണ്ടിന്റെ അടുത്തുനിന്ന് സാറ്റിസ്ഫാക്ഷൻ ചിലപ്പോൾ കിട്ടാത്തത് കൊണ്ടായിരിക്കും ഈ ബെസ്റ്റി എന്നുള്ള ആരോ ഉണ്ടാക്കി വെക്കുന്നത്. ബെസ്റ്റികളെ നിർത്തിയ പ്രശ്നമില്ല. പക്ഷെ ഇപ്പോഴത്തെ പെണ്ണുങ്ങളെ പറയാൻ പറ്റൂലല്ലോ. ഇത് വെറും ഫ്രണ്ട്സ് ആണെങ്കിൽ ഇത് ബെസ്റ്റി ആവില്ലല്ലോ. ബെസ്റ്റിയുടെ ഉദ്ദേശം തന്നെ അതാണ്. അപ്പൊ ഇക്കാലത്ത് എല്ലാവർക്കും പക്വത ഇല്ലാതെ ജീവിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എല്ലാം അറിഞ്ഞിരിക്കും. ഫോറിൻ രാജ്യങ്ങൾക്കൊക്കെ ഇപ്പൊ സെക്സ് എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കണം. ഞങ്ങൾക്കില്ല, ഞങ്ങൾക്ക് തന്നെ എഡ്യൂക്കേഷൻ കിട്ടില്ല അതിനെ പറ്റി. അപ്പൊ ഇങ്ങനെ തെറ്റിദ്ധാരണയൊക്കെ മാറിക്കിട്ടാ. ബെസ്റ്റി എന്നൊരു ടേം കൊടുക്കണതിനെ മറ്റേ രീതിക്ക്. വെറുതെ ഫ്രണ്ട് ആണെങ്കിൽ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പോരെ. ബെസ്റ്റി എന്ന് പറയണതിന് ചില ചെക്കന്മാരെന്ന് വെച്ചാൽ അവർ ഫസ്റ്റ് അപ്രോച്ചിൽ തന്നെ നമ്മളോടൊന്നും വന്ന് പറയൂല. കുറെ നാളിങ്ങനെ നമ്മുടെ സംസാരിച്ചിട്ട് ലാസ്റ്റ് അവരുടെ ഒരു ഉദ്ദേശം കൂടെ പറയുള്ളൂ. ചില ചെക്കന്മാർ അതായത് ഭയങ്കരമായിട്ടും വികാരങ്ങൾ ഉള്ള ചെറുക്കനായിരിക്കും. ചിലപ്പോൾ ഫസ്റ്റ് തന്നെ വന്ന് I just want to do this and things. I'm talking about some other relationship. Every boys have lust, I'm sure. ഇഷ്ടപ്പെടുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മൾ എന്ത് സങ്കടം ഉണ്ടെങ്കിലും ആളോട് പറയാം. നമുക്ക് നല്ലൊരു സപ്പോർട്ടായിരിക്കും. എന്തിനും കൂടെ നിൽക്കും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. നമ്മൾ നമ്മുടെ പാർട്ട്ണർ കൊടുക്കുന്ന ഒരു അതേ പരിഗണന തന്നെ നമ്മുടെ അത് പരിഗണന കൊടുക്കുന്നുണ്ടാവും. പാർട്ട്ണർ വേറെ, ഫ്രണ്ട്ഷിപ്പ് വേറെ.